ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാര എന്ന നമ്മുടെ ഈ ദൈവവചന പ്രഘോഷണ പരമ്പര 100 എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ എല്ലാവരോടൊപ്പം ഞാനും സന്തോഷിക്കുന്നു. കഴിഞ്ഞ 100 ദിവസങ്ങൾ നമ്മെ തടസ്സം കൂടാതെ വഴി നടത്തിയ വലിയവനായ ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ സന്തോഷ ദിവസത്തിൽ നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യമാണ്. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഈ വലിയ നോയമ്പ് കാലയളവിൽ നാം കാണാതെ പഠിച്ച് എപ്പോഴും ഉരുവിട്ട് ആ ഭാവത്തിലേക്ക് വളരുവാനുള്ള പരിശ്രമം നിരന്തരം ഉണ്ടാക്കണം. കാരണം അതുതന്നെയാണല്ലോ ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. ക്രിസ്തു യേശുവിലുള്ള ഭാവം എന്നത് അവന്റെ സ്വഭാവമാണ്. ആ സ്വഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നാണ് ആഹ്വാനം. ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്കുള്ള വളർച്ചയാണല്ലോ ക്രിസ്തീയ ജീവിതം. അനുദിന ആത്മീയ പങ്കാളിത്തത്തിലൂടെ ക്രിസ്തു സ്വഭാവത്തിലേക്ക് ഉയരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന ആത്മശോധന എപ്പോഴും നിർവഹിച്ചുകൊണ്ടിരിക്കണം. ഇതിനായി പൗലോസ് ശ്ലീഹ ഫിലിപ്പിയ ലേഖനത്തിൽ തന്നെ 2-ാം അധ്യായത്തിൽ പറയുന്ന 4 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. നിങ്ങൾ ഏക മനസ്സുള്ളവരായിരിക്കണം. അനേക വ്യക്തികൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ എല്ലാവർക്കും ഒരേ മനസ്സ് എന്നത് ചിന്തിക്കുവാൻ കൂടി പ്രയാസമുള്ള കാര്യമാണല്ലോ. ഒരു കുടുംബത്തിലെ 2 വ്യക്തികളിൽ പോലും ഒരേ മനസ്സുണ്ടാകുവാൻ പ്രയാസമെങ്കിൽ പിന്നെ ഒരു സമൂഹത്തെ മുഴുവൻ ഒരു മനസ്സുള്ളവരാക്കി തീർക്കുവാൻ എങ്ങനെ കഴിയും? കഠിനമെങ്കിലും ആ ഒരു തലത്തിലേക്കുള്ള വളർച്ചയാണ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അവിടെ സ്നേഹവും ഐക്യവും എത്ര സുദൃഢമായിരിക്കും. ആ ഒരു സമൂഹത്തെ ഭാവനയിൽ കാണാനല്ലാതെ പ്രവൃത്തിയിൽ രൂപപ്പെടുത്തുവാൻ ക്രിസ്ത്യാനി എത്ര ദൂരം യാത്ര ചെയ്യണം? ക്രിസ്തുവിന്റെ ഭാവത്തിലേക്കുള്ള വളർച്ചയുടെ 1-ാമത്തെ പടിയാണ് ഏക മനസ്സുള്ളവരായിരിക്കുക എന്നത്. 2. മറ്റുള്ളവരെ ശ്രേഷ്ഠൻ എന്ന് എണ്ണണം. ശാഠ്യവും ദുരഭിമാനവും കൂടാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവരെ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളട്ടെ എന്ന് പൗലോസ് ശ്ലീഹ ആവശ്യപ്പെടുന്നു. നമ്മളെക്കാൾ മറ്റൊരാൾ മെച്ചപ്പെടുന്നു എന്ന് കാണുന്നതാണ് നമുക്ക് ഏറ്റവും അസഹനീയവും ഉൾക്കൊള്ളുവാൻ പ്രയാസവുമുള്ള വസ്തുത. ആരെയും അവന്റെ കഴിവുകളോടുകൂടെ അംഗീകരിക്കുവാനോ സ്വീകരിക്കുവാനോ നമുക്ക് സാധ്യമല്ല എന്നതാണ് നമ്മുടെ പ്രശ്നം. കഴിവുള്ളവർ നമ്മളെക്കാൾ സമൂഹത്തിൽ ശോഭിക്കുന്നു എന്നത് നമുക്ക് അസഹനീയമായ വേദന ഉണ്ടാക്കുന്നില്ലേ? നമ്മളെക്കാൾ പണമുള്ളവന്റെ പ്രതാപ ജീവിതം നമുക്ക് അസഹനീയമാകുന്നില്ലേ? നമ്മളെക്കാൾ സ്വാധീനവും അധികാരവുമുള്ളവനെ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നുണ്ടോ? മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായി എണ്ണുവാനും ബഹുമാനിക്കുവാനും നമുക്ക് കഴിയണം. അതിനുവേണ്ടി നമ്മളിലെ ശാഠ്യവും ദുരഭിമാനവുമെല്ലാം നാം മാറ്റിവെക്കണം. 3. സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടി നോക്കണം. മറ്റുള്ളവരെ ഉൾക്കൊള്ളുക, അംഗീകരിക്കുക എന്നതിനേക്കാൾ ഒരുപടി കൂടി ഉയർന്ന തലമാണ് മറ്റുള്ളവരുടെ ഗുണം കൂടി നോക്കണം എന്ന നിർദ്ദേശം. ഒരാളിൻ്റെ വളർച്ചയ്ക്കോ ഉയർച്ചയ്ക്കോ ആവശ്യമായ എന്തെങ്കിലും സാഹചര്യമോ ക്രമീകരണമോ നാം ചെയ്തു കൊടുക്കേണ്ടി വന്നാൽ അതിനുവേണ്ടി അധ്വാനിച്ചോ പരിശ്രമിച്ചോ അത് ചെയ്ത് അയാളുടെ ഉത്കൃഷ്ടത്തിൽ നമുക്ക് പങ്ക് ഉറപ്പിക്കണം. അപ്പോഴാണ് ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ തെളിഞ്ഞു വരുന്നത്. 4. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവരായിരിക്കണം. പൗലോസ് ശ്ലീഹ നൽകുന്ന മറ്റ് 3 നിർദ്ദേശങ്ങളെക്കാൾ അതിശ്രേഷ്ഠമായിരിക്കുന്നു ഈ 4-ാമത്തെ നിർദ്ദേശം. താഴ്മ ധരിച്ച് എല്ലാ അഹംഭാവങ്ങളും വിട്ടൊഴിഞ്ഞ് ക്രൂശിലെ മരണം പോലെ തന്നെത്താനുള്ള സ്വയം ഇല്ലായ്മയ്ക്ക് വരെ തയ്യാറായി ദൈവസന്നിധിയിൽ അനുസരണമുള്ളവനായി രൂപാന്തരപ്പെടുക. ക്രിസ്തീയ സമർപ്പണത്തിന്റെ പൂർണ്ണത നമുക്കിവിടെ ദർശിക്കാം. ദൈവ ഇഷ്ടമല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാത്തവരായും പ്രതീക്ഷിക്കാത്തവരായും വളരുവാൻ നമുക്ക് കഴിയണം. ക്രിസ്തു യേശുവിന്റെ ഭാവത്തിലേക്ക് വളരുവാനുള്ള വ്യക്തമായ 4 നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഫിലിപ്പിയിലെ വിശ്വാസികളെ പൗലോസ് ശ്ലീഹ ആയതിലേക്ക് ഒരുക്കുന്നു. അതുതന്നെയാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ആത്മീയ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. അത് നേടിയെടുക്കുവാൻ ഈ നോമ്പിന്റെ കാലയളവിൽ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.